സങ്കീർത്തനങ്ങൾ അധ്യായം 81. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. നമ്മെ ബലപ്പെടുത്തുന്ന ദൈവത്തെ സ്തുതിപ്പിൻ, യാക്കോബിന്റെ ദൈവത്തിന് ഘോഷിപ്പിൻ. നന്ദുനികളോടുകൂടി തപ്പുകളെയും സ്വരവിശേഷമുള്ള വീണകളെയും എടുപ്പിൻ. പെരുന്നാൾ ദിവസമായ മാസാരംഭത്തിലും അമാവാസിയിലും കാഹളമൂതുവിൻ. എന്തെന്നാൽ അത് ഇസ്രായേലിന് നിയമവും യാക്കോബിന്റെ ദൈവം നിശ്ചയിച്ചിട്ടുള്ളതുമാകുന്നു. അവൻ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ടപ്പോൾ യോസേപ്പിൻ തൻ്റെ സാക്ഷിയായി അതിനെ കൽപ്പിച്ചു. അവൻ അറിയാത്ത ഭാഷ കേട്ടു. ഞാൻ അവൻ്റെ തോളിൽ നിന്ന് നുകം നീക്കി ബന്ധനത്തിൽ നിന്ന് അവൻ്റെ കൈകളെ അഴിച്ചു. അവൻ ഞെരുക്കത്തിൽ എന്നെ വിളിച്ചു, ഞാൻ അവനെ രക്ഷിച്ചു. എൻ്റെ മഹത്വമുള്ള മറവിൽ അവനെ മറച്ചു. തർക്കത്തിൻ്റെ വെള്ളത്തിങ്കൽ ഞാൻ അവനെ ശോധന ചെയ്തു. എൻ്റെ ജനമേ, കേൾക്കാൻ ഞാൻ സംസാരിക്കാം. ഇസ്രായേലേ, നീ എന്നെ അനുസരിക്കുമെങ്കിൽ ഞാൻ നിന്നോട് സാക്ഷ്യപ്പെടുത്തി പറയാം. നിനക്ക് അന്യ ദൈവം ഉണ്ടാകരുത്, വിഗ്രഹങ്ങളെ നീ വന്ദിക്കുകയുമരുത്. മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കരേറ്റിക്കൊണ്ടുവന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു. നിന്റെ വായ് തുറക്കുക, ഞാൻ അതിനെ നിറയ്ക്കും. എൻ്റെ ജനമോ എൻ്റെ ശബ്ദം കേൾക്കാതെയും ഇസ്രായേൽ എന്നെ അനുസരിക്കാതെയും ഇരുന്നു. അവരുടെ ഹൃദയത്തിൻ്റെ ഇഷ്ടം പോലെയും സ്വന്തം വിചാരപ്രകാരവും അവർ നടന്നു. എൻ്റെ ജനം എന്നെ അനുസരിക്കുകയും ഇസ്രായേൽ എൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ ഞാൻ ക്ഷണത്തിൽ അവരുടെ ശത്രുക്കളെ നശിപ്പിച്ച് അവരെ പകയ്ക്കുന്നവരുടെ മേൽ എൻ്റെ കൈ ഞാൻ തിരിക്കുമായിരുന്നു. കർത്താവിനെ ദർശിക്കുന്നവർ തന്നെ കൊണ്ട് വ്യാജം പറഞ്ഞു. അവർക്ക് എന്നേക്കും സംഭ്രമം പിടിച്ചു. താൻ പുഷ്ടിയുള്ള ഗോതമ്പ് അവരെ തീറ്റിക്കുമായിരുന്നു. പാറയിൽ നിന്ന് തേൻ കൊണ്ട് അവരെ സംതൃപ്തരാക്കുമായിരുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ.